Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസ് സെക്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 15ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു വലിയ എപ്പിസോഡ് ഉണ്ട് കാത്തിരിക്കുവാണെന്ന്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാനിട്ടല്ല. ഈ വരുന്ന 20-ാം തീയതി ഞാനൊരു ട്രിപ്പ് പോകുവാണ്. സോ അതിനോടനുബന്ധിച്ച് കുറച്ചധികം തിരക്കിലാണ് ഞാൻ. കുറച്ചധികം ഷോപ്പിംഗ്സ് ഉണ്ട്. അല്ലാതെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണ്. അങ്ങനെ അടുത്ത 2 ദിവസം ഞാൻ കുറച്ച് ടൈറ്റാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നോർമൽ വീഡിയോ ചെയ്യുന്ന പോലെ മാക്സിമം ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ആൻഡ് 20-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 26-ാം തീയതി ആയിരിക്കും റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്കിൻ്റെ വീഡിയോസ് ആയിട്ട് വരാൻ പോകുന്നത്. സോ അത്ര നാൾ ചെറിയൊരു ബ്രേക്കാണ് എന്നെനിക്കറിയാം. പക്ഷേ ജസ്റ്റ് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എൻ്റെ മേൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇനി കൊണ്ടുവരാൻ പോകുന്ന എപ്പിസോഡ്സ് അതിഗംഭീരമായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വസ്തയോടെ ഞാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, അല്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം വ്യക്തമായി തന്നെ ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. പക്ഷേ മൗണ്ട് ഹോസെക്റ്റിൽ സംഭവിക്കേണ്ടാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും എക്സ്പെഷ്യലി ഒരു കുട്ടി കാരണം. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ചെങ്മെങ്ങിനെ പറ്റിയാണോ? അവനൊന്നും തന്നെ മിണ്ടിയില്ല. എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം എൻ്റെ തെറ്റാണ്. അവൻ്റെ സീനിയർ ബ്രദർ എന്ന രീതിയിൽ എനിക്ക് അവനെ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. താങ്കൾക്ക് എന്തെങ്കിലും കോപമുണ്ടെങ്കിൽ ഞാൻ പണിഷ്മെൻറ്റ് മേടിക്കാൻ തയ്യാറാണ്. എങ്കിൽ പറ, ഞങ്ങളില്ലാഞ്ഞ സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് കേട്ടതിന് ശേഷം ഞാൻ തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. സീനിയർ ബേക്ചനോട് കാണാൻ പറഞ്ഞടാ. ആ, നീ പൊക്കോ. അല്ല, ഞാനിപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ ചെയ്തതെല്ലാം അത് കുഴപ്പമൊന്നുമില്ലേ? പൊക്കടാ, നീ പൊക്കോ. ആ ടൈമിൽ ചക്മെങ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ആങ്ഷ്യസ് ആണ്. ഇവനൊന്നും തന്നെ റിയാക്ട് പോലും ചെയ്യുന്നില്ല. ഇവൻ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരുന്നെങ്കിൽ ഞാൻ അതുപോലെങ്കിലും നിന്നേന്നാം. പക്ഷേ ഇതൊട്ടും തന്നെ നല്ലതല്ല. സീനിയർ ബ്രദറിന് എന്തായാലും ഇവനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയേണ്ടി വരും. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചങ്മെങ്ങിനെ പിന്നിൽ നിന്ന് കുത്തുന്ന പോലെ ആയിരിക്കത്തില്ലേ? നാശം. എന്തെങ്കിലും ഓക്കെ, ഞാനെന്തായാലും അവൻ്റെ ഇവിടെ വന്നത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി പറയാം. അങ്ങനെ അതെല്ലാം പറഞ്ഞത് കേട്ടിട്ട് അവരാട്ടെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവൻ ഇവിടുത്തെ ട്രഷേഴ്സ് ഡിസ്കവർ ചെയ്തു, മാർഷൽ ആർട്ട് ബുക്കും ഡിസ്കവർ ചെയ്യുന്നതാണോ? അതെ. അതിനു പുറമെ മൗണ്ട് ഹോസെക്കിൻ്റെ അക്കൗണ്ട് ബുക്സ് കണ്ടെത്തി ആ ഡെപ്തിൽ നിന്ന് രക്ഷിക്കുകയും അവൻ ബിസിനസ് പിടിച്ചെടുത്തുന്നാണോ? അതെ. അതും കൂടാതെ എൽഡർ ഹാങ്ങിനെ അവൻ ക്യൂർ ചെയ്ത് എൻജോ മെർച്ചന്റ് ഗിൽഡും മൗണ്ട് ഹോസെക്റ്റും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആക്കിയെന്നാണോ? അതെ. അവനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. നീ പൊക്കോളൂ. യെസ് സീനിയർ. അങ്ങനെ അവൻ പുറത്തേക്ക് പോയി. അല്ല, അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ സത്യം പറഞ്ഞാൽ മൗണ്ട് ഹോസെക്കിൻ്റെ എല്ലാ തലവനെ മാറ്റിയെന്ന് തന്നെ പറയണം. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് എല്ലാ എൽഡേഴ്സും അവനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഒന്നും അല്ലല്ലോ. അതിലുപരി അവൻ്റെ ഇൻഫ്ലുവൻസ് ഇനി എന്തായാലും നന്നായിട്ട് വളരുകയും സെക്ടിന് ആവശ്യത്തിനേറെ പണം വരികയും ചെയ്യും. വെറുതെ അല്ല സെക്രട്ടറി അവനെ പ്രൈവറ്റ് ആയിട്ട് കാണുന്നതും. സത്യം പറഞ്ഞാൽ ഇത് കോൺട്രിബ്യൂഷനൊക്കെയാണ്, പക്ഷെ ഇതിന് മറ്റൊരു രീതി കൂടിയില്ലേ? നീ എന്തായി പറഞ്ഞു വരുന്നത്? അല്ല, താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയ, മൗണ്ട് ഹോ സെക്ട് എന്ന് പറഞ്ഞ് ഒരു മാർഷൽ ആർട്ട് സെക്ട് അല്ലേ? ഇവിടെ പൈസ വന്നെന്നും പറഞ്ഞ് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഈ ഫേവേഴ്സ് ഒക്കെ കൊടുക്കുന്നത്? എൻ്റെ മനസ്സ് പറയുന്നത് മൗണ്ട് ഹോ സെക്ട് ഓൾറെഡി താളം തെറ്റിയിരുന്നു. അതുകൊണ്ടല്ലേ ഇതെല്ലാം തന്നെ പോസിബിൾ ആയത്. ജൂനിയർ ബ്രദർ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. സീനിയേഴ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ് സീനിയേഴ്സോ ഇത് കേട്ട് കഴിഞ്ഞാൽ അവരൊട്ടും തന്നെ അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്കറിയാം, പക്ഷെ നീ പറഞ്ഞതിലും തെറ്റ് പറയാൻ സാധിക്കത്തില്ല. ശരിയാണ്, മൗണ്ട് ഹോ സെക്ട് എന്ന് പറഞ്ഞത് ഒരു മാർഷൽ ആർട്ട് സെക്റ്റാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ മെർച്ചൻസ് ഒന്നും അല്ലല്ലോ. സോ ഇവിടെ പൈസയിലല്ല പ്രാധാന്യം, ഇവിടെ മാർഷൽ ആർട്ടിസ്റ്റിനാണ്. അതിനെല്ലാം ഉപരി മൗണ്ട് ഹോ സെക്റ്റും സദേൺ എഡ്ജ് സെക്റ്റും തമ്മിലുള്ള ആ ഒരു കോൺഫറൻസ് നടക്കാൻ പോകുകയാണ്. നമ്മുടെ LDC കോൺഫറൻസിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമൊന്നും കാണിക്കത്തില്ല. അവർക്ക് തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ്റെ മേലിൽ അറ്റൻഷൻ കൊടുക്കാനും സാധിക്കത്തില്ല. സോ തൽക്കാലം നമുക്ക് മാർഷൽ ആർട്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിനുശേഷം എല്ലാം നോർമലായി മാറിക്കോളൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സീനിയർ ബ്രദർ, എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ തേർഡ് ക്ലാസ് ഡിസിപ്ലിനും അവർ ഈ കോൺഫറൻസിൽ നമ്മളിവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ. അല്ല, അതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ട്രെയിനിങ് ഒക്കെ ഒന്ന് നോക്കിയാലോ? സത്യം പറഞ്ഞാൽ നമുക്കറിയാം അവർ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന്. ഇത്തവണ നമ്മൾ നാണം കെടാതിരിക്കാനും നമ്മുടെ സെക്റ്റ് നാണം കെടാതിരിക്കാനും അവരും കൂടി ഇവിടെ ജയിക്കണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അവരുടെ ട്രെയിനിങ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാം. നമ്മൾ സീനിയേഴ്സ് അല്ലേ, നമ്മളവരെ ഒന്ന് കാണുന്ന രീതിയിലേ ബാക്കിയുള്ളവർ ചിന്തിക്കത്തുള്ളൂ. ആൻഡ് അതിലുപരി നമ്മൾ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ്റെ ആ ഒരു ട്രെയിനിങ് ഒക്കെ ഓവർലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഏകദേശം ഒരു ഐഡിയ അവന് കിട്ടി. അപ്പോൾ നീ ശരിക്കും മൗണ്ട് ഹോ സെക്റ്റിന് വേണ്ടി ചിന്തിക്കുന്ന ഒരുത്തരാണല്ലേ? ശരിയാണ്,
ഇതെന്തായാലും മതി നമുക്ക് എൽഡിഎസിന്റെ കയ്യിൽ നിന്നുള്ള അറ്റൻഷൻ തിരിച്ചു കിട്ടാനായിട്ട്. അവനെ അങ്ങോട്ട് വിട്ടു കളഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ഞങ്ങളുടെ തലയിൽ കയറി നിറങ്ങും. അതിനു മുമ്പ് തന്നെ ഇവിടെ സീനിയോറിറ്റിക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഹ, ചങ്മ്യങ്, നീ മാർഷൽ ആർട്ടിസ്റ്റിലും ശരിക്കും ടാലന്റഡ് അല്ലെങ്കിൽ നിന്റെ ജീവിതം ഞാൻ നരകതുല്യമാക്കി മാറ്റിയിരിക്കും. പിന്നെ കാണിക്കുന്നത് ആ ഒരു സ്ഥലമാണ്. ചെങ്മ്യങ് നിലത്ത് കിടക്കുകയാണ്. അല്ല, ഇവൻ ഉറങ്ങുകയാണല്ലേ. വെറുതെ ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി. ഒരു ഗ്ലാസും കൂടെ ആരെങ്കിലും താ. അല്ല സീനിയർ ബ്രദർ, എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ ചങ്മ്യങ്ങിനെ പറ്റിയുള്ള എല്ലാം തന്നെ ചോദിച്ചടാ, എല്ലാ കാര്യങ്ങളും. അല്ല, എന്ത് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയോ? ഒഴിഞ്ഞു മാറാനോ? എങ്ങനെയാണ് ഒഴിഞ്ഞു മാറുന്നത്? സീനിയർ ബ്രദേഴ്സ് അല്ലേ? ഓ, ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരെന്തായാലും ഇതെല്ലാം തന്നെ അറിയും. അല്ല, അതേ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? അത് ഒബ്വിയസ് അല്ലേ? എൻ്റെ മോൻ, സത്യം പറഞ്ഞ ആര് കണ്ട് ഇവൻ സീനിയർ ബ്രദേഴ്സായിട്ട് ഇത്ര വലിയൊരു പ്രശ്നത്തിൽ പോയി ചാടുമെന്ന്? സീനിയർ ബേക്സൺ എന്ന് പറയുന്നത് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ റിലേഷനും അതുപോലെ തന്നെയാണ്. ഹാ, എനിക്കറിയായിരുന്നു എന്തായാലും വരാനുള്ളത് ഉറപ്പായിട്ടും നമ്മുടെ തലയിലേക്ക് തന്നെ വന്ന് വീഴും. അതെനിക്കറിയാം. ഹാ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എന്തായാലും ഇനി കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സീനിയേഴ്സ് എന്തായാലും ഇനി കുറച്ച് ശ്രദ്ധിച്ചേ നിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറ. നാളെ മുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അവരെന്തായാലും ചൊറിയാൻ വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതൊക്കെ അറിയാം. അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് നടന്നു. പക്ഷേ ആ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ടാണ് അവൻ നേരെ ചോദിക്കുന്നത്, അല്ല സീനിയർ ബ്രദർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, അല്ല, എന്താടാ? സീനിയർ ബ്രദറായുള്ള ബേക്ചനും ചങ്മ്യങ്ങും കൂടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? അല്ല, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമാണ്. വിഡ്ഢിതൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് കിടന്ന് ഉച്ചണ്ടാക്കി. ഹാ, സത്യം പറഞ്ഞാൽ ഇവനൊരു തലവേദനയാണല്ലോ. ഇവനിപ്പോൾ എന്നെ ഒരു സീനിയർ ബ്രദറായിട്ടല്ല, ഇവൻ്റെ ഒരു കൂട്ടുകാരനെ പോലെയാണ് എന്നെ കാണുന്നത്. അയ്യോ, ഇതെല്ലാം തന്നെ മാറിപ്പോകുവാണല്ലോ. ഈ കുരുത്തം കെട്ടാൻ കിടന്ന് ഉറങ്ങണം നോക്കിയേ. നീ എന്താണ് ചെയ്തു വെച്ചെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അങ്ങനെ പിന്നെ കാണിക്കുന്നത് സെക് ലീഡറിന്റെ ആ ഒരു സ്ഥലമാണ്. ഇനി എന്തായാലും മൗണ്ട് ഹോസ്പിറ്റലിൽ അധികം സമാധാനം കാണത്തില്ല. സെക് ലീഡർ, താങ്കൾ പറഞ്ഞ പോലെ തന്നെയായിരിക്കും. ഇനി എന്തായാലും ഇപ്പോൾ സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും തമ്മിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിന് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. സത്യം പറഞ്ഞാൽ അതിന് വലിയ താമസമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. കാര്യം ഇപ്പോഴത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയുള്ള തേർഡ് ക്ലാസ് ഡിസിപ്ലിനും ഏറ്റവും ടോപ്പസ്റ്റ് ആയുള്ള സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ്റെ പ്രായം അത് ഏകദേശം ഒന്ന് തന്നെയാണ്. യു സിയോളും അതേപോലെ തന്നെ യൂൺ ജോങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ സെറ്റ് അത്ര നല്ലൊരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം ആൾക്കാരെയൊന്നും സെലക്ട് ചെയ്യുന്നില്ലായിരുന്നു. ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമായിരുന്നു നമ്മൾ ഡിസിപ്ലിൻസ് ആക്കി എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം തന്നെ അവതാളത്തിലാക്കുകയും ചെയ്തു. എന്നാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഞങ്ങൾക്ക് തടയാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായി തന്നെ അറിയായിരുന്നു. നമ്മൾ ശരിക്കും കുറച്ച് കാര്യങ്ങൾ റഷ് ചെയ്തല്ലേ? അല്ല, നിനക്കെന്താണ് തോന്നുന്നത് തേർഡ് ക്ലാസ് ഡിസിപ്ലിനെ പറ്റി? അവർക്ക് ആർക്കെങ്കിലും സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഏ, ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ചിന്തിച്ചത് കുറച്ചുകൂടെ സമയത്തിന് ശേഷമേ നടക്കത്തുള്ളൂ. ഡിഫറൻസ് എന്തായാലും ഉണ്ട്. ഇപ്പം എന്തായാലും ഒരു സെൻട്രൽ ഫിഗർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. യൂൺ ജോങ്ങും ജോക്കുള്ളും അവർ രണ്ടുപേരുന്നു തേർഡ് ക്ലാസ്സിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയുള്ള രണ്ടുപേര്. അവരുണ്ടായിരുന്ന സമയത്ത് അത് നോർമലിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഗ്യാദർ ചെയ്യുന്ന മറ്റൊരാളുണ്ട്, ചങ്മ്യങ്. അതുകൊണ്ട് ഇനി എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കുമെന്നാണ് തോന്നുന്നത്. സെക് ലീഡർ, ഞാൻ കാരണമാണ് ഇതെല്ലാം തന്നെ. നീ എന്താണ് പറയുന്നത്? ഒരിക്കലും നീ കാരണമല്ല. നീ കാരണമാണ് ഇപ്പോഴും ഈ സെക്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. നമ്മുടെ കുട്ടികളെ എല്ലാം നോക്കുന്നത് നീ തന്നെയാണ്. അതിൽ നിനക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നീ അങ്ങനെ പറയണ്ട. ഒന്നുമില്ലെങ്കിലും സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും രണ്ട് രീതിയിലല്ലേ താമസിക്കേണ്ടത്. എന്തായാലും തേർഡ് ക്ലാസ്സിന് സെക്കൻഡ് ക്ലാസ്സിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ പഠിക്കാനില്ല. പക്ഷേ സെക്കൻഡ് ക്ലാസ്സിന് അങ്ങനെയല്ല. അവർക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസിപ്ലിൻ്റെ കയ്യിൽ നിന്ന് പലതും പഠിക്കാൻ സാധിക്കും. സോ നാച്ചുറലി അവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആക്കി നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ സെക് ലീഡർ, താങ്കൾ പറഞ്ഞു വരുന്നത് നമ്മൾ അത് പ്രൊസീഡ് ചെയ്യണമെന്നാണല്ലേ? വേറെ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ. അവരെല്ലാവരും മനുഷ്യരല്ലേ? എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ക്ലാഷ് എന്തായാലും ഉണ്ടാകുമെന്ന്. പക്ഷേ സമയം മാത്രം. അല്ല, സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇവൻച്വലി പാസ് ആകത്തില്ലേ? സെക് ലീഡർ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നമ്മുടെ ഡിസിപ്ലിൻസിനെ പറ്റിയുള്ളതല്ലേ? നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാകും. ഉൻഗം, സെക് ലീഡർ, തൽക്കാലം നമുക്കതിനെ വിശ്വസിച്ചാൽ പോലെ. ബേക്ചൻ എന്ന് പറയുന്നത് അത്ര പ്രശ്നക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ത്? ബേക്ചനോ? അപ്പോൾ താങ്കൾക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലല്ലേ? ഇവിടുത്തെ പ്രശ്നം ബേക്ചനല്ല, പകരം ചങ് മെങ്ങയാണ്. ശരിയാണ്, അദ്ദേഹം ചങ് മെങ്ങിൻ്റെ കൂടെയല്ല. അതുകൊണ്ട് അവൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ അറിഞ്ഞൂടാ. അദ്ദേഹം ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവൻ വെറും ഒരു ലക്കി സ്റ്റാർ ആയിട്ടാണ്. ബേക്ക് ചെയ്യാൻ ശരിക്കും പൊളൈറ്റ് ആണ്. അവൻ ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ പ്രൈഡ് വെച്ച് അവൻ തേർഡ് ക്ലാസ്സിൻ്റെ ബുള്ളി ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്.
സോ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടൊക്കെ നന്നായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ശരിയാണ്, നടക്കും. ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. പിന്നെ കാണിക്കുന്നത് നട്ടുച്ചയാണ്. സത്യം പറയല്ലോ, തേർഡ് ക്ലാസ്സിലെ എല്ലാവരും നിലത്ത് കിടക്കുകയായിരുന്നു. അവർക്കാർക്കും അവരുടെ ശരീരം ഒന്ന് അനക്കം പോലും പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, അടിച്ച് മാറ്റിയാൽ മാത്രമേ അത് ശക്തിയേറിയത് മാറൂ. സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ കാര്യം ഏകദേശം അതുപോലെ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കളയൊന്നും കൊഴുതിട്ട സ്ഥലത്ത് പിടിക്കത്തില്ലെന്ന്? അത് തന്നെയാണ് നിങ്ങൾ ഈ നാറി. ആ ടൈമിലാണ് ഒരാൾ അവിടേക്ക് നടന്നു വന്നത്. നീയൊക്കെ ഇവിടെ എന്ത് ചെയ്യുവാണ് ഈ ഒരു ട്രെയിനിങ് ടൈമിൽ? അത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസ് എല്ലാവരും ഞെട്ടിത്തെറിച്ച് അവിടെ നിന്നു. ഞങ്ങൾ നിന്നെയൊക്കെ ഒന്ന് നോക്കിനാട്ടാണ് എവിടേക്ക് വന്നത്. വന്നത് എന്തായാലും നന്നായി. ഒരുത്തം പോലും ഒന്നും ചെയ്യുന്നില്ല. ചങ്മിങ്ങിന് പോലും മനസ്സിലായില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. സതേനടിച്ച് സെക്ടറുള്ള ഒരു കോൺഫറൻസ് നടക്കാറായിരിക്കുവാണ്. എന്നിട്ടും റിലാക്സ് ആയിട്ട് എല്ലാം ഇവിടെ ഇരിക്കുവാണ്. ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെയുള്ള കംപ്ലീറ്റ് സ്ഥലം തൂത്ത് വരിടേണ്ടതാണ്. അതാണ് നിങ്ങളുടെ ശിക്ഷ. അതിനുശേഷം നിങ്ങൾ ഇനി ട്രെയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ മടിക്ക് വേണ്ടിയുള്ള ആ ഒരു പണിഷ്മെന്റ് ആണതെന്ന് പറഞ്ഞ് അവർ നേരെ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്ല, ഇതെന്താടാ, ക്ലീൻ ചെയ്യണമെന്നോ? അല്ല, സീനിയേഴ്സിന് ഇതെന്ത് പറ്റി? ഇവർക്കിത് എന്തിന്റെ ഭ്രാന്താണ്? തിന്നിട്ട് എല്ലിന്റെ ഇടവലം കുത്തിക്കേറിയ എടാ വിട്ടി. ആ ടൈമിലാണ് ചങ്മെങ് അവനെ നോക്കുന്നത്. നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മന്ദബുദ്ധിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. അതിനുശേഷം കാണിക്കുന്നത് അവന്മാരിൽ ലെഫ്റ്റിലേക്ക് നടക്കാൻ നിർത്ത്. നേരെ നടക്കടാ, നിവർത്തി നടക്ക്. റൈറ്റിലേക്ക് നടക്കാൻ നിർത്ത്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തുടങ്ങി പെർമിഷൻ ചോദിച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഇതെന്ത് കോപ്പാണ്? ഇത് ശരിക്കും അനോയിങ് ആണ്. സത്യം പറയാലോ, തല്ല് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇത്ര നാണക്കേട് തോന്നത്തില്ല. ഇതൊരു മതി ഹറാസ് ചെയ്യുന്ന പോലെയാണ്. എന്ത് ചെയ്താലും സീനിയേഴ്സ്. ഞാനെന്താ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്നാണോ? എനിക്ക് അവരോട് കുറച്ചെങ്കിലും റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് അവർ വീണ്ടും ബുള്ളി ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ്. ഓൾഡ് റൂൾസ് അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. മൗണ്ട് ഹോസെക്ലി സോഡും കൊണ്ട് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് കുളിക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്തും നമ്മൾ സോഡും കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് റൂൾസിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. അവർ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. ആൻഡ് ഇതെല്ലാം ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. സീനിയർ ബ്രദർ, നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യാനാട്ടടാ? എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമോ? അതിലുപരി അവർ നമ്മളെ ബുള്ളി ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം പോലും അവർ പുറത്ത് കാണിക്കാതെയാണ് അത് ചെയ്യുന്നത് തന്നെ. ഈ ടൈമിൽ അവൻ നൈസിൽ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചങ്മെങ്ങിനെ നോക്കി പറയുകയും ചെയ്യും, അല്ലടാ, നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്യണോന്നോ? അല്ല, സീനിയേഴ്സിനെ പറ്റി അവർ ചെയ്യുന്നതൊക്കെ നീയും കണ്ടതല്ലേ? ശരിയാണ്. അല്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, അവരുടെ മുമ്പിൽ നീ തലകുനിക്കൊന്നും വേണ്ട. പക്ഷെ അവർ പറയുന്നത് പോലെ അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് താങ്കൾ പറഞ്ഞതിനെക്കാട്ടും വ്യക്തമായ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാം അങ്ങോട്ട് ഓക്കെ ആയിക്കോളും. അത് ഞാനിപ്പോൾ സെറ്റാക്കി തരാം. അല്ല, നീ എന്താണ് പറയാൻ പോകുന്നത്? അതോ വേറെന്താണ്? എല്ലാത്തിനെയും കൂടി ഇടിച്ചങ്ങോട്ട് തൂറിച്ചാൽ പോരെ, വേറെന്തെങ്കിലും നോക്കണമെന്ന് പറഞ്ഞ് അവൻ തുറന്നപ്പോൾ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എടാ പിടിക്കണവനെ, അവന് വിടില്ലെന്ന് കാറിയപ്പോൾ തന്നെ ചങ്മിങ് നേരെ അവിടുന്ന് ഡോഡ് ചെയ്ത് മുമ്പിലേക്ക് എടുത്ത് ഓടി. അവനെ വിട്ടു കഴിഞ്ഞ് നമ്മളെല്ലാം ചത്തെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. അടുത്ത സെക്കൻഡ് അവരെല്ലാവരും അവന്റെ പുറകെ ഓടിയാണ്. ചങ്മിങ് അവന്മാരെ എല്ലാവരും ഡോഡ് ചെയ്ത് നേരെ മുന്നിലേക്ക്. അവന് വിട്ടു കഴിഞ്ഞ പ്രശ്നമാണ്. ആരെങ്കിലും പോയി പിടിയെന്ന് പറഞ്ഞ് കാറാൻ നേരത്ത് ഒരു സൈഡിൽ കൂടെ ഒരുത്തൻ ചാടി വന്ന് ചങ്മിങ്ങിനായിട്ട് പിടിക്കുന്നുണ്ടെങ്കിലും അവനവിടെ ഇല്ല. നോക്കാൻ നേരത്ത് ഊർന്ന് നിലത്തേക്ക് ഇറങ്ങി. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ഓരോരുത്തരെ ഡോഡ് ചെയ്ത് വീണ്ടും മുന്നിലേക്ക് ഓടി. അവൻ ഓടിയത് നേരെ എക്സിറ്റ് നോക്കിയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എക്സിറ്റും തുറന്ന് രണ്ടുപേരും ചാടി വന്ന് അവൻ്റെ കൈ പിടിച്ച് ഓടല്ലേ, അവനെ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് നേരെ നിലത്തേക്ക് ഇട്ടത്. അടുത്ത സെക്കൻഡ് തന്നെ മൗണ്ട് ഹോസക്കിലെ തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസ് എല്ലാം കൂടെ ഓടി വന്ന് ഒരുത്തവൻ്റെ വലത്തെ കാലിലും മറ്റൊരുത്തവൻ്റെ ഇടത്തെ കാലിലും പിടിച്ചിട്ട് നിര ജോകള് മുകളിലേക്ക് ചാടി പൊങ്ങി വന്ന് അവനെ പിടിച്ചു നേരെ നിലത്തേക്ക് കുത്തി. എന്നെ വിടറാ, അവന് വിട്ടു കഴിഞ്ഞ ഉറപ്പായിട്ടും പ്രശ്നമാണ്. അവനെ പിടി. ആ നായിൻ്റെ മക്കള് 100 വർഷത്തിന് മുമ്പ് ഞങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവന്മാർ ഇപ്പോൾ ചെയ്യുന്നത്. ഒരൊറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മര്യാദക്ക് എങ്ങനെ മാറുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നെ വിടറാ. പിടിച്ചോക്ക്. ചെങ്ങ പറയുന്ന കേക്കടാ, അത് സീനിയേഴ്സ് ആണ്. നീ സീനിയേഴ്സിനെ തല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്നെ സെക്ടറിൽ നിന്ന് പുറത്താക്കും. വിടറാ എന്നാ. ചങ്ങ പറയുന്നേക്ക്. എനിക്കറിയാം നീ ദേഷ്യത്തിലാണ്, പക്ഷെ ഒരു തവണ മാത്രം നീ പറയുന്ന കേക്ക്. പിന്നെ പറയുന്നേക്കാൻ അവന്മാർ പറയുന്ന പോലെ കേൾക്കാൻ ഞാൻ ആരാണ്? എനിക്കറിയാം. പക്ഷെ നീ ആലോചിച്ചോക്ക്, 17 സെക്കൻഡ് കോൺഫറൻസ് അടുക്കാറായിരിക്കുവാണ്. അതിനെന്താണ്? ഒരു തവണോടൊന്ന് ആലോചിച്ച് നോക്ക്, തല കൊണ്ട് ആലോചിച്ച് നോക്കി. സീനിയർ ബേക്ക് ചെങ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് എല്ലാ ഡിസിപ്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. നീ ഇപ്പോൾ അവന് പിടിച്ചിടിച്ച് ഒരു മൂലക്കിട്ട് കഴിഞ്ഞാൽ അവന് പിന്നെ അനങ്ങാൻ പോലും പറ്റത്തില്ല. എങ്കിൽ ഞാൻ വീണ്ടും ഇടിക്കും. അപ്പോൾ അവൻ എണീച്ച് നടന്നോളൂ. നിനക്കറിയാലോ, അതൊക്കെ എനിക്കറിയാം, നന്നായിട്ട് തന്നെ എനിക്കറിയാം. നീ പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, എങ്കിലും അത് സംഭവിക്കാൻ പാടില്ല. കാര്യം നീ ഇപ്പോൾ ആ സീനിയറിനെ ഇടിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈഡ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും. പിന്നെ നീ എന്ത് ചെയ്യും?
തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കി, കുറച്ച് നേരത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കി. സീനിയർ ബേക്ചൻ അദ്ദേഹം സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനെ എല്ലാവരും നാണം കെടുത്താതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നീയൊക്കെ മര്യാദക്ക് വിടുന്നതാണ് നല്ലത്. എടാ ഇത്തവണത്തേക്ക് ഒരു തവണ ഞാൻ പറയുന്നത് കേൾക്ക്. സദേൺ എഡ്ജ് സെക്കൻഡ് ആ ഒരു കോൺഫറൻസ് അത്രയും വലിയൊരു ഇവന്റ് ആണ്. പ്ലീസ് ഒരു തവണ പ്ലീസ്. ഈ ടൈമിൽ അവര് പരസ്പരം നോക്കി പതുക്കെ ചങ്മങ്ങിനെ അഴിച്ചുവിട്ട് അവൻ നിലത്തെ കിടക്കുകയായിരുന്നു. നീ പറഞ്ഞതുകൊണ്ട് ഒരൊറ്റ തവണ മൗണ്ട് ഹോസെക്കിന്റെ സദേൺ എഡ്ജ് സെക്കൻഡ് കോൺഫറൻസ് വരെ ഞാൻ പിടിച്ചു നിൽക്കും. അതുവരെ മതി. നിന്റെ ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നത്. നാശം, അവൻ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും കേട്ടല്ലോ, എനിക്ക് കരച്ചിൽ വരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, അവന്മാരെങ്ങാനും എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അല്ല, അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. അല്ലാതെ ശരിക്കും അതെന്തായാലും കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കാണിക്കുന്നത് ബേക്ചനും പിന്നെ അവന്റെ സുഹൃത്തും കൂടെ അവിടെ നിൽക്കുന്നതാണ്. അല്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? കണ്ടിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ല. എനിക്ക് ഉറപ്പാണ് അവർക്ക് നല്ല ദേഷ്യമുണ്ടെന്ന്. പക്ഷെ അവരൊന്നും തന്നെ ചെയ്യുന്നില്ല, ഒരു തന്നെ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചത് പോലെയല്ല. ഞാൻ വിചാരിച്ചത് ഒരു ചെറിയ പ്രൊവോക്കേഷൻ കൊണ്ട് തന്നെ അവൻ വലിയ പ്രശ്നമാക്കി തീർക്കുന്നതാണ്. അവന് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ അവൻ അനാവശ്യമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാൻ വേണ്ടി എല്ലാം തന്നെ പിടിച്ച് വെക്കുകയാണ്. അവൻ നന്നായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇനി പ്രഷർ കുറച്ചുകൂടെ പവർ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ, അത് ശരിക്കും ഇമ്പോസിബിൾ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പം ചെയ്യുന്നത് തന്നെയാണ് ഓക്കെ. ഇതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ മോശക്കാരാക്കി മാറ്റും. നീ ശരിക്കും അപ്പോൾ ഒരു ഹോട്ട് ടെമ്പേർഡ് ആയുള്ള വിഡ്ഢിയല്ലേ? അപ്പോൾ ബാക്കിയുള്ള തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസോ അവർ വീടായുള്ള ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. സീനിയർ ബ്രദർ, നമുക്കിതങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മളോട് സീനിയേഴ്സാണ്, അവർക്ക് നന്നായിട്ട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സീനിയേഴ്സും ഇതെല്ലാം കാണുന്നുണ്ട്. അധികം നാൾ നമുക്ക് പിടിച്ചു വെക്കാനും പറ്റത്തില്ല, കാര്യം കോൺഫറൻസ് അടുക്കാറായിരിക്കുന്നു. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. അല്ല, പറഞ്ഞു വരുന്നത്, നിനക്ക് ഓർമ്മയില്ലേ തേർഡ് ക്ലാസ്സിലെ ഡിസിപ്ലിൻസ് എല്ലാവരും ശരിക്കും നൈസായിരുന്നു. ശരിയാണ്, നമ്മൾ ഐസൊലേഷൻ ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ശരിക്കും കൈൻഡ് നീവായിരുന്നു. എന്നാൽ ഒരു വർഷം കൊണ്ട് അവർക്കുണ്ടായ മാറ്റം അതൊട്ടും തന്നെ നിസ്സാരമല്ല. ആൻഡ് ഇതിനെല്ലാം കാരണമായത് ഒരൊറ്റ വ്യക്തിയാണെന്ന് നിനക്കറിയാലോ. സോ ആ ഒരൊറ്റ വ്യക്തിനെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ക്ലാസ് ഡിസിപ്ലിനെ എല്ലാവരും പണിഷ് ചെയ്യുന്ന പോലെയല്ലേ? അത് ചങ്മെങ്ങാണ്, അവനാണ് ആ പ്രശ്നം. അല്ല, അവ പറഞ്ഞു വരുന്ന പ്ലാൻ എന്ന് പറയുന്നത് മൗണ്ട് ഹോസെക്കിനെ രക്ഷിക്കണമെന്നല്ലേ? ഒരു കാര്യം ചെയ്യാം ചങ്മെങ്, എൻ്റെ ഡിയർ ഡിസിപ്ലിൻ, ആ കാര്യം തൽക്കാലം ഞാൻ നോക്കിക്കോളാം. നിന്റെ അരങ്ങനെയുള്ള സ്വഭാവം എത്ര നാൾ കാണുമെന്ന് എനിക്കൊന്ന് നോക്കണം. അപ്പോൾ അതങ്ങോട്ട് ചെയ്തേക്കാം. സത്യം പറഞ്ഞാൽ അത് പോസിബിളാണ്. ഇതിലും കൂടുതൽ ഹാർഡാക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റ് മാർഗമില്ല. നമ്മൾ കുറച്ചുകൂടെ റഫായാൽ മതി. അല്ല, താങ്കളുടെ ഈ ഒരു ഇൻറ്റൻഷൻസ് അവർക്ക് മനസ്സിലാകുമോ? മനസ്സിലാകണമല്ലോ, കാര്യം ഇനി സംഭവിക്കാൻ പോകുന്നത് അതുപോലത്തെ കാര്യങ്ങളാണ്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. ചങ്മ്യങ് നൈസിലൊന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ചുറ്റുപാടും എല്ലാം നോക്കിയിട്ട് അന്നേരം പുറത്തേക്ക് ഇറങ്ങി. അല്ല, ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് നൈസിൽ അങ്ങോട്ട് എസ്കേപ്പായി. ഇനി മുതൽ അവിടേക്ക് പോകാൻ പറ്റത്തില്ല. ഓൾറെഡി 2 തവണ അവൾ എന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി മൂന്നാമത് കണ്ടെത്താൻ സമ്മതിക്കത്തില്ല. ഒരു കൊച്ചു പെണ്ണ് കാരണം ഞാൻ എന്തുമാത്രം തലവേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലുപരി അവൻ വീണ്ടും വീണ്ടും ചൊറിയാൻ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കടിച്ചു തൂങ്ങി കിടക്കാനുള്ള ഓരോരോ റീസൺ എന്ന് പറയുന്നത്, പ്ലീസ്, അത് യൂൺ ജൂങ് ആണ്. അവൻ ശരിക്കും ചെറിയ വിയേഡാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സീനിയർ ബ്രദേഴ്സിനെ എനിക്ക് അവനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ എക്സ്പ്രഷനും അവൻ പറയുന്ന രീതിയും എല്ലാം തന്നെ. സോ എനിക്കതങ്ങോട്ട് എന്തായാലും ആവട്ടെ, ആ ഒരു 15 സെക്കൻഡ് ആ ഒരു കോൺഫറൻസ് വരെ മാത്രം തൽക്കാലം പിടിച്ചു നിൽക്കാം. കാര്യം സത്യം പറയാലോ, എനിക്ക് സെക്കൻഡ് ക്ലാസ്സിനെ എല്ലാത്തിനും പിടിച്ച് വലിച്ച് കയറുന്നുണ്ട്. എന്നാൽ അതിലുപരി എനിക്ക് ആ സദേൺ എഡ്ജിലെ നായകളെ വേണം. അതുകൊണ്ട് ഈ സ്ഥലം മതി എന്ന് പറഞ്ഞ് ചങ്മെങ് ഒരു സ്ഥലത്തേക്ക് എത്തി. അവനവൻ്റെ സോഡ് നേരെ എടുത്ത് പതുക്കെ അങ്ങോട്ട് തുറന്നു. ഈ സമയത്ത് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. അല്ല, അവിടെ ആരുമില്ല. ആ ടൈമിൽ അവനൊരു ഡൗട്ട് വന്നു. അല്ല, ഇവിടെ ആരും ഒന്നും കാണത്തില്ലല്ലോ. സത്യം പറയാലോ, എൻ്റെ ഗാർഡ് എനിക്ക് ലെറ്റ് ഡൗൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. സീനിയർ ആണെങ്കിലും അല്ലെങ്കിലും അവൾ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്ന പോലെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വരത്തില്ല. എന്നാൽ ആരെങ്കിലും ഇല്ലാത്ത ആ സമയത്ത് തന്നെ അവൾ എൻ്റെ അടുക്ക് എങ്ങനെയെങ്കിലും സംസാരിക്കാനായിട്ട് വരും. സത്യം പറയാലോ, അവൾ എനിക്ക് സെൻസ് പോലും ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും സ്ട്രേഞ്ച് ആണ്, ഒട്ടും തന്നെ ഈസിയല്ല. ഉള്ളത് പറഞ്ഞാൽ അവൾ ശരിക്കും ഒരു പ്രേതത്തിനെ പോലെ. ഇനി എങ്ങാനും അവൾ വല്ല പ്രേതമല്ലാണോ? പ്രേതമൊന്നും ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ 80 വർഷമായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഒരു വീക്കായുള്ള പ്രസൻസ് അത് സെൻസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അത്രയും തന്നെയുള്ളു. അവളുടെ പ്രസൻസ് ശരിക്കും വീക്കാണ്.
അതും പറഞ്ഞുകൊണ്ട് ആ സോഡ് അങ്ങോട്ട് തുറന്നപ്പോൾ ചങ്മ്യങ് ആ ടൈമിൽ അവനൊന്ന് സ്റ്റക്കായി. കാര്യം ലിറ്ററലി അവൻ്റെ പുറകെ അവൾ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് പേടിച്ച് കിടന്ന് അലറിയത്. എൻ്റെ നിനക്ക് നിനക്ക് ഭ്രാന്താണ്, നീ എന്തിനാണ് എൻ്റെ പുറകെ പെട്ടെന്ന് ഇങ്ങനെ പേർ ചെയ്തത്? ഒരു കാര്യം പറഞ്ഞേക്ക, നിന്നെ പേടിപ്പിച്ച് കൊല്ലുവാണ് കേട്ടാ. മര്യാദക്ക് ഞാൻ ഞാൻ നിന്റെ സീനിയറാണ്, നീ എൻ്റെ ജൂനിയറും. അതിന് റെസ്പെക്റ്റ് വേണം. റെസ്പെക്റ്റ് 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 കോപ്പ്. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഓ, സത്യം പറയല്ലോ, എൻ്റെ സീനിയർ പ്രദേശ് ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ചിരിച്ച് ചാകും. എന്നെയാണ് ഈ കൊച്ചു പെണ്ണിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുന്നത്. അടങ്ങടങ്ങ്. എന്നിട്ട് അവൻ പറയും ചെയ്യും, ഇവള് ശരിക്കും വൃത്തിയാണ്, പക്ഷേ ഇവളുടെ ഐഡിയ, ഇവളുടെ തലയിൽ എന്താണ് ഓർഡർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു സോ ടെക്നിക്ക്, എന്ത് ആ ഒരു സോ ടെക്നിക്ക്, ആ പ്ലംസ് ബ്ലൂം ചെയ്യുന്നത്, അവനൊന്നും തന്നെ മിണ്ടിയില്ല. പ്ലംസാ ബ്ലൂം ചെയ്യുന്നതാ, നീ എന്താ പറയുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിനക്ക് തെറ്റ് പറ്റിയെന്നാണ് തോന്നുന്നത്, നിനക്ക് വല്ല തെറ്റ് പറ്റി കാണും, അത് തന്നെ പഠിപ്പിച്ചതാ. പെട്ടെന്ന് അവൻ ഞെട്ടി. അവരുടെ ഇടയിൽ ഒരു യൂണിക്കുള്ള സൈലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്ത്? നീ ഇപ്പം എന്താ പറഞ്ഞത്? അതെന്നെ പഠിപ്പിച്ചതാ, ആ ഒരു പ്ലം ബ്ലൂം ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്. അല്ല, അതിനുവേണ്ടിയാണ് ഇവിടെ എൻ്റെ പുറകെ നടന്നത്. ഞാൻ വിചാരിച്ച് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. അല്ല, അപ്പം നീ പറഞ്ഞു വരുന്ന അല്ല, എനിക്ക് അറിഞ്ഞൂടാ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്. എനിക്ക് ആ ടൈമിൽ ആൾക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ സീനിയേഴ്സിനടുക്കെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തോ? എനിക്കെന്താ അവരാരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സെക്യുലറിൻ്റെ അടുക്കലും പറഞ്ഞു കൊടുക്കും. പറഞ്ഞുകൂടി, എനിക്ക് എന്നാ പ്രശ്നം ഇരിക്കുന്നു? നീ എന്താണ് വിചാരിച്ചത്? സെക്യുലേറ്റർ ഇന്നലെ വന്ന് ഞാൻ ഇവിടെ പ്ലം ബ്ലൂം ചെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കുമെന്നാ? വിശ്വസിക്കും കുറേ. ആ, അതേപോലെ നീ തന്നെ പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ? നീ എൻ്റെ സീനിയറും ഞാൻ നിൻ്റെ ജൂനിയറുമാണ്. ഒരു ജൂനിയർ എങ്ങനെയാണ് ഹയർ പൊസിഷനിലുള്ള ഒരാളെ പഠിപ്പിച്ചിരുന്നത്? സത്യം പറഞ്ഞാൽ നീയല്ലേ എന്നെ പഠിപ്പിക്കേണ്ടത്. അത് വർക്കായോ? ശരിയാണ്, പക്ഷെ കുഴപ്പമില്ല, നിനക്ക് എന്നെ പഠിപ്പിക്കാം. പഠിപ്പിക്കാൻ നേരത്ത് ഹൈറാർക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. ഓ, വർക്കായില്ല. ആ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്താണ് കണ്ടതെന്ന്, നീ എന്താണ് പറയുന്നതെന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ സ്വപ്നം കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിന്റെ വീടുള്ള ഇമാജിനേഷൻ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. സത്യമായിട്ടും നീ എന്താണ് പറഞ്ഞു വിടുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. സോ തൽക്കാലം നീ എന്നെ വെറുതെ വിട്. ഞാൻ ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതെന്താണെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. എന്നിട്ട് ആ സോഡ് അവൾ മുറുക്കി പിടിച്ചു. കാര്യം ഞാനത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എന്ത്? എന്താടി നീ പറഞ്ഞത്? ദ പ്ലം ബ്ലോസം സോ ടെക്നിക്. ഈ സോ ടെക്നിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്ലം ബ്ലൂം ചെയ്യുന്ന രീതിയല്ല, എല്ലാം ബ്ലൂം ആയ രീതിയിലാണ്. എന്നാൽ ചില ടെക്നിക്സിൽ മാത്രമാണ് ഈ പ്ലംസ് ബ്ലൂം ചെയ്യുന്നത് തന്നെ. ആൻഡ് അത് സീക്രറ്റ് ഉള്ള ടെക്നിക്കോ മാനുവലോ ഒന്നും തന്നെയല്ല. അത് ഹയർ അപ്സിലെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ അവർ സെലക്ട് ചെയ്യുന്ന ഡിസിപ്ലിൻസിന് മാത്രമേ ഇത് അറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു രേഖകളും ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ദിവസം, ആരും വിചാരിക്കാത്ത ആ ഒരു ദിവസം എല്ലാ എൽഡേഴ്സും അവിടെ മരണപ്പെട്ടു. ആൻഡ് അതുമൂലം തന്നെ മൗണ്ട് ഹോ സെക്രട്ടറി അനിഹിലേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ മറ്റെങ്ങും തന്നെ ഈ ഒരു ടെക്നിക്ക് പാസ്സായതുമില്ല. പക്ഷേ ഇവൾ പറഞ്ഞു വരുന്നത് അതവൾ കണ്ടിട്ടുണ്ടെന്നാണ്. അതിനർത്ഥം അതേസമയം ചങ്മിങ്ങിനെ നന്നായിട്ട് ദേഷ്യം വരാനും തുടങ്ങി. പറയടി, നിനക്ക് സദേൺ എഡ്ജ് സെക്റ്റാ റിലേഷൻ എന്തുവാടി? സദേൺ എഡ്ജ് സെക്റ്റാ? ആ ടൈമിൽ ചങ്മിങ് അവൻ്റെ സോഡ് പുറത്തേക്കെടുത്തു. അവൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. അല്ല, അവരെപ്പറ്റി നീ എന്തിനാണ് പറഞ്ഞത്? ഇവള് കളിക്കുവാണോ? സത്യം പറഞ്ഞാൽ അവൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അല്ല, ഇവൾ ശരിക്കും മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുവാണോ? അല്ല, അവൾ കണ്ടെന്ന് പറഞ്ഞാലും സദേൺ എഡ്ജ് സെക്റ്റ് ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് 12 മൂമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഒരിക്കലും പ്ലം ബ്ലോസം സോഡ്സ് പ്രോപ്പർലി ചെയ്യാൻ സാധിക്കത്തില്ല. അതിലെല്ലാം ഉപരി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഹോ സെക്റ്റിൻ്റെ ഇൻ്റർണൽ എനർജി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ സോഡ് അവൻ തിരിച്ചു വെച്ചു. നീ പറഞ്ഞില്ലേ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്? എവിടെ വെച്ച്, എങ്ങനെയാണ് നീ അത് കണ്ടത്? ഞാനത് കണ്ടിട്ടുണ്ട് വളരെ കാലത്തിന് മുമ്പ്. വളരെ കാലത്തിന് മുമ്പോ? പ്ലീസ്, അതെന്നെ പഠിപ്പിച്ചതാ. ദേ വീണ്ടും. സത്യം പറയാലോ, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നതെന്ന്. ശരിക്കും? അല്ല, ഞാൻ അവളെ കൺവിൻസ് ചെയ്തോ? അല്ല, ഇവള് ഗീവ് അപ്പ് ചെയ്തോ? പെട്ടെന്ന് അവളുള്ള സോഡ് കയറി പിടിച്ചു. എങ്കിൽ എനിക്ക് മറ്റേ മാർഗമില്ലെന്ന് പറഞ്ഞ് അവൾ ആ സോഡ് നേരെ പുറത്തേക്ക് എടുത്തു. അല്ലല്ല, നീ എന്താ ചെയ്യുന്നത്? ആ ടൈമിൽ അവൾ ശരിക്കും സീരിയസ് ആയിരുന്നു. നീ എന്തായാലും അതിനെ പഠിപ്പിച്ചു തരാൻ പോകുന്നില്ലല്ലോ. ഏ, ഇവള് ഇവള് ശരിക്കും വല്ല ഭ്രാന്തിയാണോ? നീ എന്തിനാ നിന്റെ സോഡ് പുറത്തേക്ക് എടുത്തത്? കാര്യം നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ നിന്റെ സീനിയറാണ്, നീ എൻ്റെ ജൂനിയറും. അപ്പോൾ പിന്നെ ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കണ്ടേ? വെറുതെ അല്ല സെക്കൻഡ് ക്ലാസ്സിലെ ഒരു ഡിസിപ്ലിന് പോലും ഇവളുടെ അടുത്തേക്ക് പോകാത്തത്. ഇവള് ശരിക്കും ഭ്രാന്ത് തന്നെയാണ്. ഞാനിതാ വരുവാണ്, നിക്ക് നിക്ക് നിക്കെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ കേട്ടില്ല. അവൾ നേരെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. ചങ്മ്യങ് ജസ്റ്റിനാണ് അതങ്ങോട്ട് ഡോഡ് ചെയ്ത് കളഞ്ഞത്.
ആ ഒരു അറ്റാക്ക് ശരിക്കും സീരിയസ് ആയിട്ടാണ്. അടുത്ത സെക്കൻഡ് അവൻ കാണുന്നത് അവൾ കറങ്ങി മാസീവ് ഉള്ള അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയോ ചെങ്മെങ് അത് ഡോഡ് ചെയ്ത് മാറിയതാണ്. അത് ശരിക്കും ഷാർപ്പാണ്. അവൾ ശരിക്കും എന്നെ കൊല്ലാനാണ് നോക്കുന്നത്. നിക്ക് നീ എന്തിനാണ് ഒരു ജൂനിയറിന്റെ മേത്ത് ഒരു റിയൽ സോഡ് യൂസ് ചെയ്യുന്നത്? കാര്യം നീ എന്നെക്കാട്ടും സ്ട്രോങ്ങർ ആണ്. അതിനുശേഷം വീണ്ടും ചെങ്മെങ്ങിന്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ സോഡ് തിരിച്ചു പിടിച്ച് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്തിട്ട് വന്നു. അല്ല, ഇത് ഞാൻ നേരത്തെ കണ്ടതുപോലെയാണ്. അവളുടെ ഷിഫ്റ്റ് മൊമെന്റ്സും ആ ഒരു നിമ്പിളുള്ള മൊമെന്റ്സും എല്ലാം ഒരു ഇലൂഷൻ പോലെ തന്നെ. ഈ സമയത്ത് അവൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് നേരെ അവനെ പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ഓപ്പോണൻസിന്റെ ഗ്യാപ്പാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവനത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. മൗണ്ട് ഹോസെക്റ്റിന്റെ ഒറിജിനൽ ലൈനി ശരിക്കും ഷോർട്ട് മൂവ്സ് ആണ് ഉള്ളത്. ആൻഡ് അത് ഇപ്പോഴത്തെ തേർഡ് ക്ലാസ്സിനും ഫസ്റ്റ് ക്ലാസ്സിനും പോലും അറിയാത്ത ടെക്നിക്കാണ്. എന്നിട്ട് ഇവൾ അല്ല, പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അവനത് ഡോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ കുറച്ച് മുടി മാത്രമാണ് മുറിഞ്ഞ് പോയത്. സത്യം പറഞ്ഞാൽ അവൻ ഞെട്ടിത്തെറിച്ചു. നിനക്ക് ശരിക്കും ഭ്രാന്താണ് ഈ ഭ്രാന്തി. നീ എന്തിനാണ് എന്നെ അങ്ങനെ ചെയ്യാൻ നോക്കിയത്? ഞാനിങ്ങനെ ചത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കറിയാം നീ അത് ഡോഡ് ചെയ്യുമെന്ന്. നിനക്ക് ഭ്രാന്താണ്. നീ എന്താണ് എന്നെ വിശ്വസിക്കുന്നത്? ഞാനിതാ വീണ്ടും വരുന്നെന്ന് പറഞ്ഞ് ആൾ വീണ്ടും ചാടി ചെങ്മെങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ ഇവൾക്ക് 17 സെക്റ്റായിട്ട് റിലേഷൻ ഒന്നുമില്ല. ഇവളെ ഞാനിപ്പോൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനായിരിക്കും ഇവിടുത്തെ പ്രശ്നമായി മാറുന്നത്. നാശം. അതുകൊണ്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ഇവളുടെ ഓരോ സ്ട്രൈക്കും ആ ടൈമിൽ അവളൊരു ഓപ്പണിംഗ് കണ്ടിട്ട് വീണ്ടും കറങ്ങി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അവൾ നിർത്തിയില്ലായിരുന്നു. അവൾ നേരെ ബാക്കിലേക്ക് മാറി ഇറങ്ങി. നിനക്ക് ശരിക്കും ഭ്രാന്താണ്. നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ നന്നായിട്ട് കഥക്കുന്നുണ്ട്. ഞാൻ നിന്റെ സീനിയറാണ്. സീനിയർ ആണെങ്കിൽ ഒരു ജൂനിയറെ കൊല്ലാൻ നോക്കുമോ? നിനക്ക് ഭ്രാന്താണോ? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, ഇതെന്താണ്? അവളുടെ പ്യൂപ്പിൾസ് കംപ്ലീറ്റ്ലി ഡയലറ്റഡ് ആയി. അവൾ സോ ഡ്രങ്കിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഏത് നിമിഷം അവൾ എന്നെ കൊല്ലാനുള്ള വക്കത്താണ്. പക്ഷെ അവളിപ്പോൾ ഒരു ട്രാൻസിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവൾ ട്രാൻസിലാകാൻ നേരത്ത് അവളുടെ സോഡ് പാത്ത് മാത്രമേ തിരഞ്ഞു വരത്തുള്ളൂ. ആൻഡ് ട്രാൻസിലുള്ള ഒരാളെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ എൻലൈൻമെന്റ് തടയും. മേ ബി ഏറ്റവും വേസ്റ്റ് കേസ് സിനിയോറി എന്ന് പറഞ്ഞത് അവരുടെ ക്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ആകും. ഒരു സാധാരണ ആൾക്കാർ ഈ സമയത്ത് അനങ്ങാറ് പോലും ഇല്ലെന്ന് പറയുമ്പോൾ അവൾ നിരവധി അറ്റാക്കാണ് ചങ്മെങ്ങിന്റെ നേരെ ചെയ്യുന്നത്. അവൾ ശരിക്കും ഫാസ്റ്റാണ്. അവളുടെ അറ്റാക്സ് ഓരോന്നും ബിഗ്ഗറുള്ള ഓപ്പണിങ്ങിന്റെ നേരെയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് സൈഡിൽ നിന്ന് ഞാനിത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇതുപോലെ. ആ ടൈമിൽ അവളുടെ അറ്റാക്ക് നേരെ മുകളിലേക്ക് ചെന്നു. അവൾ ശരിക്കും ഞെട്ടി. അടുത്ത സെക്കൻഡ് അവളവിടെ നിന്നു. അല്ല, അവളുടെ എൻലൈൻമെന്റിലേക്ക് അവൾ കടന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ജോഗിളാണ് ഈ ഒരു സെറ്റിലെ ഏറ്റവും ടാലന്റഡ് ഉള്ള പേഴ്സൺ എന്നാണ്. പക്ഷേ അവന് പോലും ഇവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ടൈമിൽ അവൾ നന്നായിട്ട് കഥക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചാടി ചങ്മെങ്ങിന്റെ നേരെ വീണ്ടും വന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അവൾ ശരിക്കും ഫാസ്റ്റാണ്. പക്ഷെ അവളുടെ കൈ കുറച്ചുകൂടെ ഉയരണം എന്നും പറഞ്ഞ് അവളൊരു അറ്റാക്ക് ചെയ്തു. കുറച്ചുകൂടെ ഉയർന്നാൽ മാത്രമേ ഒരാളുടെ കഴുത്ത് അവൾക്ക് അറുക്കാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും അവൾ അറ്റാക്ക് ചെയ്തു. ഇത് ശരിക്കും താന്നാണ്. ആ, ഇത് കുഴപ്പമില്ല. ഇത് ഹയറാണ്. ദേ വീണ്ടും തെറ്റി. ആ, ഇത് ബെറ്ററാണ്. അങ്ങനെ അവൾ ചെയ്യുന്ന ഓരോ അറ്റാക്സും അവൻ വിലയിരുത്താനായിട്ട് തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് മുകളിൽ ഒരാൾ നിപ്പുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് ക്ഷീണിച്ചു. കണ്ടിട്ട് അവൾ ശരിക്കും ക്ഷീണിച്ചെന്നാണ് തോന്നുന്നത്. മേ ബി അവൾ ചിലപ്പോൾ ഡീപ്പ് ട്രാൻസിലേക്ക് കടന്നു കയറി കാണും. നീ അവിടെ എന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് ഒരുത്തനം അവിടെ കിടന്ന് ഉച്ച വെച്ചത്. കാര്യം അവിടെ നമ്മുടെ ബേക്ചൻ നിപ്പുണ്ട്. അടുത്ത സെക്കൻഡ് അവൻ്റെ സോഡിൽ കയറി പിടിച്ച് ആ സോഡ് നേരെ പുറത്തേക്ക് എടുത്ത് നേരെ മുകളിലേക്ക് ചാടി. നായേ, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തി അലറിയപ്പോൾ ചങ്മെങ് ശരിക്കും ഞെട്ടി. എന്നാൽ അടുത്ത നിമിഷം അവന് ദേഷ്യം വന്ന് അവന് നേരെ മുകളിലേക്ക് ചാടി. അവനവൻ്റെ കാലൊക്കെ എനർജി ഗ്യാദർ ചെയ്ത് അവൻ ചെയ്ത ഒരു ഷോട്ട് ടെക്നിക്ക് അവനവൻ്റെ കാല് കൊണ്ട് അങ്ങോട്ട് കൗണ്ടർ ചെയ്ത് മാസി വളരെ ക്ലാഷ് സംഭവിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.